തണുപ്പോട് തണുപ്പാണ് മക്കളെ, ചുറ്റുവട്ടവും തണുപ്പാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, റോമിംഗ് ബീസ് ആണ്. ഞങ്ങളിപ്പം വാഗമണ്ണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലഗേജെല്ലാം ഉള്ളത് കൊണ്ട് ആദ്യം റെസ്റ്റ് ഹൗസിൽ ഈ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് വാഗമണ്ണിലെ കുറച്ച് സ്പെഷ്യൽ സ്പോട്ടുകളിലൊക്കെ മൊട്ടക്കുന്നിൻ്റെ മേലെ എത്തിയ കുറച്ച് പേരെല്ലാം ഉണ്ട്. നല്ല വ്യൂ ആണ് ഇവിടെ. ഇതെല്ലാം നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എനിക്കിതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അടിപൊളി അടിപൊളി എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല ഇവിടെ. അപ്പുറത്തെ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ ഒരുപാട് പശുക്കൾ നിൽക്കുന്നുണ്ട്. ഈ പശുക്കളെല്ലാം എങ്ങനെ തിരിച്ചു പോകുമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അതങ്ങനെ ഈ മൊട്ടക്കുന്നിൻ്റെ പുറത്ത് കയറി ഇടകിച്ചു. നമ്മൾ ഈ വാഗമണ്ണിലുള്ള ഈ മൊട്ടക്കുന്നിൻ്റെ മേലെ വരുമ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ച എന്ന് വെച്ചാൽ ഇവിടെ പശുക്കൾ ഈ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ വന്നിട്ടേ പുല്ല് തിന്നുന്നത് കാണാം. അതെങ്ങനെയാണ് ഇത്രയും മുകളിൽ കയറി വന്ന് പുല്ല് തിന്നുന്നതെന്നോ അതെങ്ങനെ തിരിച്ചു പോകുന്നതെന്നോ നമുക്ക് വലിയ പിടുത്തമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഈ മൊട്ടക്കുന്നിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പം ഇവിടെ മറ്റേ സിപ്പ് ലൈൻ ഉണ്ട്, സ്കൈ സൈക്ലിംഗ് ഉണ്ട്, പിന്നെ കോംബോ ആയിട്ടുള്ളതുണ്ട്. ഇവിടെ സിപ്പ് ലൈൻ ആണെങ്കിൽ 400 രൂപയും സ്കൈ സൈക്ലിങ്ങിന് 400 രൂപ, കോംബോന് 600 രൂപയാണ്. ഞങ്ങൾ പിന്നെ അതിൽ കയറാനൊന്നും നിന്നിട്ടില്ല. ഒന്നാമത് നല്ല മഴേൻ്റെ ഒരു കാലാവസ്ഥയും പിന്നെ ഭയങ്കര തണുപ്പും. എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് നിന്നില്ല. ഈ സിപ്പ് ലൈൻ്റെ കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് നോക്കുമ്പോഴാണ് ബോട്ടിങ്ങിൻ്റെ കണ്ട്. പക്ഷെ ആരെയും കാണുന്നില്ല. ഇവരിന്ന് സിപ്പ് ലൈൻ്റെ ചോദിച്ചിട്ട് തന്നെ അവരാരെയും കയറ്റുന്നില്ല. ഇനി ക്ലൈമറ്റിൻ്റെ എന്തെങ്കിലും വിഷയം കൊണ്ടാണോ എന്നറിയില്ല. ബോട്ടിങ്ങിൻ്റെയും കാണുന്നുണ്ട്, പക്ഷെ ആരും ചെയ്യുന്നതൊന്നും കാണുന്നില്ല. എല്ലാവരും ഇവിടെ പട്ടം പറത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അത് മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങൾ മൊട്ടക്കുന്നിന്ന് ഇറങ്ങി പാലൊഴുക്കുംപാറ എന്ന് പറയുന്നൊരു വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. പാലൊഴുക്കുംപാറ എന്നതിന് പേര് വരാൻ കാരണം അതൊരിങ്ങനെ ഒരു പാല് പോലെയാണ് അത് ഒഴുകുന്നത് എന്നാണ് അത് പറയുന്നത്. ആൾക്കാർ പറഞ്ഞുള്ള ഒരു അറിവാണ്, നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല. പിന്നെ ഇത് അധികം ആൾക്കാരൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത്, കാരണം വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ഒരുപാട് കോട്ടേജസ് എല്ലാം കാണുന്നുണ്ട്. റോഡ് വലിയ പോരാ, മോശമാണ്, ഫുൾ കുണ്ടും കുഴിയുമാണ്. നമ്മൾ ആ മൊട്ടക്കുന്നിന്ന് ഏകദേശം ഒരു 3.5-4 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തോട്ട്. ടാറിട്ട റോഡ് തന്നെയാണ്, പക്ഷെ റോഡൊക്കെ പോക്ക, പാറകളെല്ലാം ഉണ്ട് രണ്ട് സൈഡ്. നമുക്ക് പോയി നോക്കാം. എന്തായാലും ഇവിടം വരെ എത്തിയിട്ട് നമ്മൾ അത് കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഇത് രണ്ട് സൈഡും ഇങ്ങനെ പാറകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴേ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. ഈ ഉരുൾപൊട്ടലെല്ലാം വന്നതുകൊണ്ട് ഇതെങ്ങാനും പൊട്ടി വീഴുമോ എന്നുള്ളൊരു ബേജാറ് മനസ്സിൽ ധില്ല. റോഡിലിങ്ങനെ കുണ്ടും കുഴിയെല്ലാം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇളക്കി കളിക്കുന്നത്. ഞങ്ങളങ്ങനെ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക.
കുത്തനെ ഇറക്കാണ് ഇവിടെ. വണ്ടി അങ്ങ് ഓഫാക്കിയിട്ട് അത് ഇതങ്ങ് ഉരുണ്ടങ്ങ് പോയിക്കോളും. പിന്നെ ബ്രേക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ അപ്പുറത്തെ കണ്ടത്തിലെങ്ങനെ പോയി കിടക്കാം. അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട്. അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അധികം ആൾക്കാർക്ക് അറിയില്ലാന്ന് തോന്നുന്നു. ഇനി ഇങ്ങോട്ട് വരാൻ മെനക്കെടത്താണോന്നറിയില്ല. ഒരു കാറ് വരുന്ന കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങോട്ടൊന്നും സൈൻ ബോർഡൊന്നും കാണുന്നില്ല. ഞങ്ങൾ ഓരോരുത്തരോടെല്ലാം ഇങ്ങനെ ചോദിച്ചിങ്ങനെ പോവുകയാണ്. ഭയങ്കര തണുപ്പ്. എനിക്ക് പണ്ടാര തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ പൊള. നമുക്ക് ഈ മലയെല്ലാം കാണുമ്പോഴേ സത്യം പറയാലോ, ഞാനിതെല്ലാം സിനിമയിലും ബാക്കിയുള്ള ഒരു റീൽസ് ഇടുമ്പോഴല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനിതൊന്നും ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുണ്ടുംകുഴിയെല്ലാം താണ്ടി പാലൊഴുക്കുംപാറ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി. ഞാൻ ആദ്യം വിചാരിച്ചത് കുറച്ച് അടുത്തായിരിക്കുന്ന, പക്ഷെ അടുത്തല്ല, കുറച്ച് നല്ല ദൂരമുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ, അതിങ്ങനെ വെള്ളം ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു പാലിൻ്റെ നിറത്തിലിങ്ങനെ വരുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പേര് വന്ന്. എന്തായാലും കൊള്ളാം. പറയുമ്പോഴേ തണുപ്പായതുകൊണ്ട് വാക്കെല്ലാം സ്ലിപ്പായി പോകുന്നുണ്ടേ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ചാർലീൻ്റെ മൂവി ലൊക്കേഷൻ വരേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച്. കുറച്ച് ലേറ്റായിപ്പോയി. കാരണം ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കാറ് ആക്സിഡൻ്റിലായിട്ട് കൊക്കയിലോട്ട് മറിഞ്ഞ്. അപ്പം ഞങ്ങൾ അതെല്ലാം നല്ലൊരു ബ്രൂ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ റോഡ് സൈഡ് തന്നെ ചെറിയൊരു ഷോപ്പ് കണ്ട്. അപ്പോൾ അവിടുന്ന് 2 കാപ്പിയും വാങ്ങി, ഒരു ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റും വാങ്ങി ഈ കോടയെല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ കുടിക്കുക. ഞങ്ങളിപ്പം ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഉള്ളത് പൂപ്പാറ റോഡിലാണ്. ഞങ്ങളൊന്ന് മറ്റേ ഗ്യാപ്പ് റോഡെല്ലാം ഒന്ന് എൻജോയ് ചെയ്തിട്ട് മെല്ലനെ പോവാന്നുള്ളൊരു പ്ലാനിലാണ് ഉള്ളത്. ഇത് നല്ലൊരു റോഡിൻ്റെ 2 സൈഡും മറ്റേ ഏലത്തിൻ്റെ തോട്ടം പോലെ ഉണ്ട്. നല്ല ക്ലൈമറ്റുമാണ്. റോഡ് പക്കാ നീറ്റാണ്.
അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയാൽ ആനയിറങ്ങൽ ഡാം ഉണ്ട്, ഇതിലെ കൂടെ കുറച്ച് അങ്ങോട്ടേക്ക് പോയാൽ. അപ്പോൾ അതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് മെല്ലനെ മൂന്നാർക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇടക്കിടക്ക് ഇവർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രദേശം ജാഗ്രത പുലർത്തുക. അപ്പം ഇതാണ് ആനയിറങ്ങൽ ഡാം. അടിപൊളിയാണ്. ഇവിടെ ആനകൾ രാത്രിയോ മറ്റോ വെള്ളം വന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട്